അബിതെ, ഒരു വലിയ തിരഞ്ഞെടുപ്പ് തന്നെ, ഒരു വലിയ ആഘോഷമാണിത്. ജനങ്ങളുടെ നമ്മുടെ ആഘോഷമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഉത്സവമാണ്. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ, അതായത് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ സമകാലികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമ്പിലെ അദ്ദേഹത്തിൻ്റെ നാവായിട്ടുള്ള AK ബാലൻ എന്ന അവരുടെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമായ AK ബാലൻ്റെ ഒരു പ്രസ്താവന, കഴിഞ്ഞ ദിവസം അസ്ഥാനത്തുള്ളൊരു പ്രസ്താവന, UDF ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ പോലീസിനെ ഭരിക്കുന്നത് ജമാഅത്തി ആയിരിക്കും എന്ന്. കേവലം 1000 വോട്ട് പോലും ഒരു നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്ത ജമാഅത്തി ആണ് ഭരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, അതിനോടൊപ്പം മാറാട് കലാപവും കൂടെ പറഞ്ഞു വെച്ച ബാലൻ, അദ്ദേഹം ഇന്ന് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ പാർട്ടിക്കകത്ത് അവരുടെ സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് ഭാവനയിൽ നിന്നുകൊണ്ടല്ല ഇത്തരത്തിലുള്ള, അദ്ദേഹം താത്വിക അവലോകനം എന്നൊക്കെ പറയുന്ന പോലെ ക്ലാസിൻ്റെ ആളായതുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊരു വാക്ക് അദ്ദേഹം പറയുന്നതിലൊക്കെ തന്നെ ഒരു സൗന്ദര്യമുള്ള വാക്കുകളൊക്കെ തിരഞ്ഞെടുത്ത് പ്രാസമൊപ്പിച്ചൊക്കെ അദ്ദേഹം പറയും. അത് അറിയാതെ വരുന്നതാണെന്ന് സംശയമുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞു ഭാവനയിൽ നിന്ന് പറയാം. ഞാൻ വളച്ചു കിട്ടുന്നില്ല. ഇന്നിപ്പം അവസാനം ബാലൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വരട്ടെ കേസ്, എന്നെ പിടിക്കട്ടെ, ജയിലിൽ കിടക്കും, ഞാൻ SFIക്കാരനായിരുന്നപ്പോൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. ചില നേതാക്കൾ ഒരു ഘട്ടം കഴിയുമ്പോൾ തങ്ങളുടെ ചില പഴയ വീരസ്യങ്ങൾ പറയുന്ന പതിവും ഉണ്ടാകാറുണ്ട്. അതുപോലെ ബാലൻ വീരസ്യങ്ങളിൽ അങ്ങനെ അവിരമിക്കുകയാണോ എന്താ അതിൽ തോന്നുന്നത്? കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആർക്കോ വേണ്ടി, എന്നുവെച്ചാൽ ഭൂരിപക്ഷ സമൂഹത്തിനെ കൂടെ കൂട്ടുന്നതിനുള്ള തന്ത്രം കണ്ടുകൊണ്ടേ നമ്മൾ ഇരിക്കുവാണ്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിലാണ് ബഹുമാനപ്പെട്ട ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വന്നത്. അപ്പം കൈ ഇരുന്നതും പോയി, കടിച്ചു പിടിച്ചതും പോയി. എന്താ തോന്നുന്നത് ഈ ഒരു പ്രസ്താവന? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതിനകത്ത് ഈ AK ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ ആദ്യം തുടക്കത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ പിന്നീട് തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി. പിണറായി തള്ളിയിട്ടില്ല. ഇല്ല, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളി എന്നൊരു വാർത്ത സെക്രട്ടറി തള്ളി. LDF കൺവീനറും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്യമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്നുള്ള തരത്തിൽ പറയുകയും, അതിന് നേരെ കോൺട്രഡിക്ടറി ആയിട്ട് ഇന്ന് AK ബാലൻ പരസ്യമായി രംഗത്ത് വരികയാണ്. അപ്പൊ അത് പാർട്ടി നിലപാട് പറഞ്ഞതിനെ ശരിക്കും ഒരു യഥാർത്ഥത്തിൽ AK ബാലൻ അംഗീകരിക്കണം, ശരിയല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ AK ബാലൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതിന്റെ കാരണം, അതിന്റെ പിറകിൽ വ്യക്തമായിട്ടുള്ള ഏതോ ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്, അജണ്ട, സംതിങ് അജണ്ട, അത് അതിന്റെ പിറകിലുണ്ട്, സംതിങ് ബിഹൈൻഡ് ദി കർട്ടൻ അതിനകത്തുണ്ട്. അത് ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ആരോ നൽകുന്ന ബലമാണോ? അതെ, എന്തോ ഒരു പൊളിറ്റിക്കൽ അജണ്ട അത് ഇടതുപക്ഷം സെറ്റ് ചെയ്യുന്നു. ഇടതുപക്ഷം എന്ന് അടച്ചു പറയാൻ പറ്റില്ല, കാരണം CPM സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ ഈ മുസ്ലിം ലീഗിനെ, മുഖ്യമന്ത്രി പറയുന്ന മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്ന്, സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോ മുസ്ലിം ലീഗോ അല്ല യഥാർത്ഥ പ്രശ്നം. ഈ 2 പേരിലും പൊതുവായി വരുന്ന മുസ്ലിം സമുദായമാണ് പ്രശ്നം. ആ മുസ്ലിം സമുദായത്തിന്റെ വോട്ട്, ആ വോട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ LDFന് അനുകൂലമായി വന്നില്ല. ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും CPM തിരിച്ചറിഞ്ഞു മുസ്ലിം സമുദായം ഈ പറയുന്ന ഞങ്ങളുടെ കൂടെ ഇല്ല എന്നാണ്. അപ്പൊ പിന്നെ വേറൊരു ഇലക്ഷൻ സ്ട്രാറ്റജി വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ തള്ളിപ്പറഞ്ഞാൽ, ആ ഒരു വിഭാഗത്തിനെ എതിർത്താൽ ആരായിരിക്കാം നമ്മുടെ കൂടെ വരാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് AK ബാലൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു പഴയ SFIക്കാരനല്ല, വെറും ഒരു DYFIക്കാരനല്ല, സെൻട്രൽ കമ്മിറ്റി അംഗത്തിലെ പ്രായപരിധിയിൽ പുറത്താ. അത് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന് മന്ത്രിയായിരുന്നു. തീർച്ചയായിട്ടും ഈ പൊതുസമൂഹത്തിനെ അദ്ദേഹം പ്രതിദാനം ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടുത്തെ കേരളത്തിന്റെ പൊളിറ്റിക്സ് അറിയാൻ വയ്യാത്ത ആളല്ല. തീർച്ചയായിട്ടും എത്രയോ തവണ MLA ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വെറും ഒരു പഴയ SFIക്കാരനായിട്ടോ DYFIക്കാരനായിട്ടോ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട്, അതും കേരളം പോലെയുള്ള ഒരു ഏറ്റവും വിദ്യാഭ്യാസപരമായിട്ടും മറ്റു കാര്യങ്ങൾ സാമൂഹികമായിട്ട് എല്ലാ രീതിയിലും ഉയർന്നു നിൽക്കുന്ന ഒരു ആളുകളുടെ ചിന്താ ലെവൽ കുറച്ചും കൂടി ഉയർന്ന തരത്തിലുള്ള സാഹചര്യം, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുന്നതല്ല. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന്റെ വരായികൾ എവിടെയാണ് വരാൻ സാധ്യത ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? പറ്റത്തില്ല. എന്തൊക്കെ ഒരുപക്ഷെ
നമ്മുടെ സമൂഹം കുറച്ചും കൂടി സമൂഹത്തോട് ഉത്തരവാദിത്വം പുലർത്തുന്ന ആളുകളായതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിനെ ഒരു 90% ആളുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും അതൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിന് സാധിച്ചു. അതെ. അത് സത്യത്തിൽ നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് സ്കോപ്പില്ലാത്ത നാടാണ് നമ്മുടെ. തീർച്ചയായിട്ടും. അതെ. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ തീപ്പൊരി ഇട്ടിട്ട് അത് ആളി കത്തുവാണെങ്കിൽ കത്തിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ശ്രമം അതായിരുന്നല്ലോ, CPM ശ്രമം. ആ ശ്രമത്തെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പരസ്യമായി വന്ന് തിരുത്തിക്കേണ്ടതിന് പകരം ഒന്ന് പയ്യെ തലോടി എന്നല്ലേ ഈ പറയുന്ന പക്ഷേ പയ്യെ തലോടി പാർട്ടി, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി, CPM ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ജില്ലാ കമ്മിറ്റിയിൽ MP ഗോവിന്ദൻ അതിനെ എതിർത്തിരുന്നു. MP ഗോവിന്ദൻ ആ പരാമർശം ഒട്ടും ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ആവിദ് പറഞ്ഞ പോലെ സംസ്ഥാന കമ്മിറ്റിയിൽ ചിലരൊക്കെ പറഞ്ഞു. പക്ഷേ CPM സമം പിണറായി വിജയൻ തന്നെ സംസ്ഥാന സെക്രട്ടറി, എല്ലാം പിണറായി വിജയൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു നാവായിട്ട് കഴിഞ്ഞ കാലയളവിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും പെട്ടെന്ന് തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് കൊണ്ടാണോ എന്നൊരു സംശയം ഇവിടെ അവശേഷിക്കുന്നു. പക്ഷെ അപ്പോഴും വേറെ കാര്യമുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിൽ കാരണം അദ്ദേഹം കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ഈ ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രി അല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ വേണ്ട സമൂഹത്തിലെ പൊതുവായ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നവർ. അപ്പൊ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു വിഷമം ഉണ്ടാകുന്ന സാധ്യത വന്നാൽ ഒരു മുഖ്യമന്ത്രി, ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം CPM നേതാവിന്റെ ആ ശൈലിയിൽ നിന്ന് മാറിയിട്ട് വേണം അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. തീർച്ചയായിട്ടും. 10ാമത് വർഷമായിട്ട് അദ്ദേഹം ഇതുവരെ പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായത്തിൽ നിന്ന് മാറിയിട്ടില്ല. അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെ പോവാം. അദ്ദേഹത്തിന് ആരെ പേടിക്കാനാണ്? തീർച്ചയായിട്ടും. ഈ ഒരു AK ബാലനെ പോലെ ഒരാളെ തിരുത്തിയത് കൊണ്ട് മുഖ്യമന്ത്രി ആരെങ്കിലും ചുരലിനടിയോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് ആരെ പേടിച്ചിട്ട് അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് AK ബാലൻ പിന്നോട്ട് പോകണമെന്ന് പറയാത്തത്? അല്ല, അത് ഒന്നാമത്തെ കാര്യം, അതൊരു പാർട്ടി കമ്മിറ്റിയിലൂടെ ഒരു തിരുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. കാര്യം ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആവിദ് പറഞ്ഞ പോലെ ഇപ്പോൾ തദ്ദേശ ഇലക്ഷനിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്നത്, ഈ രണ്ടാമത് ഒരിക്കൽ കൂടെ പിണറായി വന്നത് എന്തുകൊണ്ടാണ്? ന്യൂനപക്ഷത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടാണ്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ മലപ്പുറം പരാമർശം വരുന്നത്, അല്ലെ, വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടുത്തെ ഈ ഭൂരിപക്ഷ സമൂഹം ഇത്തവണ CPM വോട്ട് ചെയ്യും? പ്രത്യേകിച്ച് SNDP എന്ന് പറയുന്ന സമുദായവും NSS അടങ്ങുന്ന ഹിന്ദു സമുദായം. നമ്മളിപ്പോൾ ജാതി മതം ഒന്നും നമ്മളിവിടെ പറയുന്നതല്ല. ഈ നേതാക്കൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് പറഞ്ഞു പോകേണ്ടി വരുന്നതാണ്. ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും ഒക്കെ നേതാക്കൾ തന്നെ പറയുമ്പോൾ, താങ്കൾ പറഞ്ഞ പോലെ ഈ പറയുന്ന രീതിയിൽ ഇത്രയും പരിണിതപ്രജ്ഞരായ നേതാക്കളാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾ ലജ്ഞ കൊണ്ട് തല കുലിക്കുകയാണ്. ഇവരൊക്കെ എന്താണ് ഈ പറയുന്നത്? നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ് ഈ കേരളം ഇന്ന് ഇവിടെ കത്താതെ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ എൻ്റെ സംശയം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ ഇങ്ങനെ ഹിന്ദു വോട്ട് കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ, ഈ 3 ജില്ലകളിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ 3 ജില്ലകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ വോട്ട് എന്ന് പറയുന്നത് അത് ഹിന്ദു വോട്ടുകളാണ്. അതെ, കുറേയധികമെങ്കിലും. അപ്പൊ ആ 3 ജില്ലകളിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഒരു ഇൻഡയറക്റ്റ് ആൻസർ ആണ്. കാരണം ഹിന്ദു സമുദായം മൊത്തം CPM ഒപ്പം അല്ല എന്നൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. അത് കോൺഗ്രസിന് വോട്ട് പോയിട്ടുണ്ട്, BJPക്കും പോയിട്ടുണ്ട്. അപ്പൊ ഇതിന് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടും എന്ന് CPM കണ്ണടച്ചെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടതല്ലേ. കാരണം ഈ 3 ജില്ലകളിലെ റിസൾട്ട് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന് ഇല്ലാത്തൊരു മേൽക്കൈയാണ് അവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം നഷ്ടപ്പെട്ടു പോയ ഒരു പഴയ കാലം തിരിച്ചു പിടിക്കുന്ന ലക്ഷണങ്ങളാണ് അവിടെ കണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ഞങ്ങൾ പിടിച്ചു വെക്കും, ഞങ്ങൾക്ക് പണ്ടുണ്ടായതുപോലെ കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായി വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ റിസൾട്ട്. ഒന്ന്. പിന്നെ ബാക്കി ഈ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളെ ഉന്നം വെച്ചിരുന്നെങ്കിലും ആ വോട്ടുകളും മധ്യ കേരളത്തിലേക്ക് വന്നപ്പോൾ CPM അനുകൂലമായി വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ UDF ഏറ്റവും വലിയ മേൽക്കൈ ഉണ്ടായിട്ടുള്ള സ്ഥലം മധ്യ കേരളമാണ്. മലപ്പുറത്തോട്ട് പോയി കഴിയുമ്പോൾ മലപ്പുറത്ത് പരിധിയിൽ കൂടുതലായി. കാരണം മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനത്തിന് എക്കാലത്തേക്കാൾ നല്ല
better ആയിട്ടുള്ള വളരെ നല്ല വളരെ രീതിയിലുള്ള നല്ല റിസൾട്ട് റിസൾട്ട് ആണ്. ആവുന്നത്. അതെ അതെ. ആ മലപ്പുറം റിസൾട്ട് ഒക്കെ കണ്ടത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു മതഭ്രാന്തം ഇളകി വന്നിട്ടുണ്ടാവാൻ പക്ഷേ സാധ്യത. വെള്ളാപ്പള്ളി ഒരിക്കലും നമുക്ക് ഒരു നല്ല രാഷ്ട്രീയക്കാരനെ കാണാൻ കഴിയില്ല. ഇല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയാൻ പാടില്ല. രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരു സമുദായ നേതാവാണ് അദ്ദേഹം. സമുദായ നേതാവെന്നും പറയാൻ പറയാൻ കഴിയില്ല. അത്ര കണ്ട് ആ സമുദായത്തിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ സമുദായം. ആ പറയപ്പെടുന്ന സമുദായം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്, ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവര് ഒരു തവണയോ 2 തവണയോ അവർ താമരയ്ക്ക് കുത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ വീണ്ടും നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ഭാവം കൂടെ നമ്മൾ വീണ്ടും സംസാരിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് സീതാറാം യെച്ചൂരി എന്ന അവരുടെ പഴയ പാർട്ടി ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞിരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP അങ്ങനെ ഒരു ടാർഗറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നത്. നിങ്ങൾ തന്നെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു തിരുവനന്തപുരം നിവാസിയാണ്. തിരുവനന്തപുരംകാരൻ, എനിക്ക് ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇന്ന് വരെ എൻ്റെ സ്വപ്നത്തിൽ പോലും BJP ഒരിക്കലും കോർപ്പറേഷൻ ഭരിക്കും ഞാൻ കരുതിയിട്ടില്ല, കണ്ടിട്ടില്ല. ഞങ്ങളടങ്ങുന്ന എനിക്ക് ഇന്നത്തെ തലമുറയെ പോലെ കണ്ണുടച്ചുകൊണ്ടൊന്നും എനിക്കൊന്നും പറയാനൊന്നും കഴിയില്ല. കാര്യം എൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്ത്. അത് ആരാ അതിന് വളക്കൂറുണ്ടാക്കിയത്? CPM തന്നെയാണ്. അത് ഉണ്ടാക്കിയത്. അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് CPM BJPക്കൊപ്പം കൈകൊടുക്കുന്ന രീതിയിലുള്ള ഒരു പോക്ക് കാണുമ്പോൾ കേരളം എങ്ങോട്ട് പോകും എന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകുന്നില്ലേ? ഈ പണ്ടാരോ നമ്മുടെ നാട്ടിലെ പഴയ ആൾക്കാർ പറഞ്ഞ പോലെയാ, ആംഗ്ല ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുമല്ലോ. ആരെ കൂട്ടുപിടിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസിനെ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ. അത് എന്തിനാണ് ഇത്ര കണ്ട് ഈ ഒരു നമ്മുടെ ഈ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് രാഷ്ട്രീയമായിട്ട് കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, കാലങ്ങൾ കഴിയുമ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാവേണ്ടതില്ല. ഇത് തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനോട് ഇവർക്ക് ഉറപ്പോ ഇല്ല. CPM സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ പോക്കറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച ബാഡ്ജ് കുത്തിവെച്ച് വോട്ട് ചോദിക്കുന്നതിന് അവർക്ക് ഉറപ്പോ ഇല്ല. ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ അതിനകത്ത് ചർച്ചകൾ വരുമ്പോൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഉറപ്പോ ഉണ്ടാകുന്നില്ല. കേരളത്തിലോട്ട് വരുമ്പോൾ ഒരു സങ്കുചിത മനോഭാവത്തിലേക്ക് വരിക. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വിശാല ആശയത്തിന്റെ ഒരു വിശാല കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസം. കേരളത്തിലോട്ട് വരുമ്പോൾ സങ്കുചിത മനോഭാവം പൊത്തിനുള്ളിൽ ഇരിക്കുന്ന മരപ്പൊത്തിനുള്ളിൽ മനസ്സ് പോലെ ആയിപ്പോയി. അതിന്റെ ആ ഒരു സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ് AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് AK ബാലൻ കരുതുന്ന പോലെ, അല്ലെങ്കിൽ AK ബാലൻ ഇപ്പൊ ഇന്ന് പറഞ്ഞത് തനിക്ക് അറസ്റ്റ് വന്നാലും തനിക്കൊരു ഇതുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്രസ്താവനയിൽ ഒരു ജമാഅത്തെ അല്ല ഇവർ കണ്ണുവെച്ചിരിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ മലപ്പുറത്തെ മുസ്ലിം ലീഗിനെ ഉന്നമിക്കുന്നുണ്ട്. അല്ല, നമ്മൾ പണ്ട് പറയല്ലോ, പട്ടിയെ ആടിനെ ചാണ്ടി അങ്ങനെ ഒരു കന്നിനെ ചാണ്ടി പശുവിനെ എറിയുക എന്നൊക്കെ പറയുന്ന പോലെ ശരിയാണ്, കറക്റ്റാണ്. അപ്പൊ അത് അങ്ങനെ അത് കാണുന്നത് ഒരു വിചാരിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയില്ല. അല്ല, അത് സാധ്യത ഇല്ലാത്തതിന്റെ കാരണം നമ്മുടെ ജനം പ്രബുദ്ധരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജനത്തിന് അത്യാവശ്യം അല്ല, അതിലധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാനും തികച്ചും കാര്യഗൗരവമുണ്ട്. അതിനോട് അതിന് ആനുപാതികമായി പ്രതികരിക്കുവാനുള്ള ബുദ്ധിയും വിവേകമുള്ള ആളുകളാണ് മലയാളികൾ. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒന്നാമത്തെ എക്സാമ്പിളാണ് ഈ റിസൾട്ട്, ഈ കഴിഞ്ഞു പോയ തദ്ദേശ. നിങ്ങൾക്ക് ഇനി കുറച്ച് കടമ്പകൾ കൂടെയൊക്കെ ബാക്കിയുണ്ട്. യുവാക്കൾക്ക് പ്രാധാന്യമുള്ള രീതിയിൽ സീറ്റ് വിഭജനം ഉണ്ടാകുമോ, അതോ എങ്ങനെ സമ്മിശ്രമായതായിരിക്കുമോ, എങ്ങനെ യുവാക്കൾക്ക് പ്രതീക്ഷയുണ്ടോ പുതിയതായി പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ? അല്ലാതെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയല്ലോ, വരാൻ പോകുന്ന സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥി പട്ടിക യുവാക്കൾക്കും സ്ത്രീകൾക്കും പരിഗണന ഉണ്ടാവും, സ്വാഭാവികമായും വിജയസാധ്യത പരിഗണിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ യുവാക്കളെ സ്വാഭാവികമായിട്ടും പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഈ ലീഗ് ഒരു വല്ലാത്ത ശക്തിയായി മാറിയിരിക്കുന്ന സ്ഥിതിക്ക് സാധാരണ സംഭവിക്കുന്നത് പോലെ ഭരണത്തിലേക്ക് കയറി കഴിയുമ്പോൾ ലീഗിന് 5ാം മന്ത്രി വേണമെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയില്ല. അങ്ങനെയൊക്കെയാണ് ഈ വെള്ളാപ്പള്ളിയൊക്കെ ആവശ്യമില്ലാതെ തലമുക്കിയത്. അല്ല, അത് നമ്മള് ലീഗിന്റെ ശക്തി കോൺഗ്രസിന് താങ്ങാൻ പറ്റാത്ത രീതിയിലായി പോകുമോ എന്ന ഒരു ഈ വരുന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് താങ്ങാവുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അല്ലെങ്കിൽ എത്ര എളുപ്പമായാലും ഇതെല്ലാം ഫാക്ടറി ഡിസൈൻ ചെയ്യുന്നതിനകത്ത് കോൺഗ്രസിന് ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനകത്ത് വലിയൊരു റോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാനും കോൺഗ്രസിന് സാധിക്കും. അപ്പോൾ ഇനി മറ്റൊന്നും കൂടെ ചോദിക്കട്ടെ, സാധാരണ ഉണ്ടാകുന്നത് പോലെ നേതൃത്വത്തിലേക്ക് വരാനുള്ള തർക്കം, കാര്യം ഇപ്പോൾ നമ്മൾ വയനാട് നടന്ന പരിപാടി, ഞാൻ KCയുടെ പ്രസംഗമൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞുണ്ടാകുന്ന ഊഹാഭോഗങ്ങൾക്കൊക്കെ ഒരു മറുപടി
വളരെ കൃത്യമായി വളരെ പക്വതയോടെ നേതൃത്വം നൽകുമെന്ന് ഒരു യുവ നേതാവ് എന്ന രീതിയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം 10ാം വർഷമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നത്. 10 വർഷം തികയാൻ പോവുകയാണ്. ഒരു കോൺഗ്രസിനെ പോലെ ഒരു സംഘടന ഭരണത്തിന് പുറത്തിരിക്കുക എന്നുള്ളത് അത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുള്ള കാലഘട്ടമാണ് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആര് നേതാവാകും, ആര് നയിക്കും എന്നുള്ളതല്ല, നേരെ മറിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തുക എന്നുള്ള ഒരു പൊതു താല്പര്യത്തിലാണ് പ്രവർത്തകരും നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശുഭസൂചകമായി എല്ലാം സംഭവിക്കട്ടെ. ഇനിയും അനുദിനം നിരവധി വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാകും. നന്ദി. ഓക്കെ, താങ്ക് യു.